ഒരു കോളേജിലൊക്കെ ഓഫ് കോഴ്സ് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടാവും. കോളേജ് ടൈമിലാണ് ആങ്കറിങ് തുടങ്ങിയത്, TV ഷോസ് ചെയ്യാൻ തുടങ്ങിയത്. ബെസ്റ്റ് ടൈം. അപ്പൊ പിന്നെ ഓൾറെഡി സെലിബ്രിറ്റി ആയിട്ടാണ് കോളേജിൽ. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഒരു കമ്പനി ആയ ആളെ തന്നെ കല്യാണം കഴിച്ചത്. അപ്പൊ പിന്നെ അതിന് വലിയൊരു സ്കോപ്പ് തന്നില്ല. ഇനി അങ്ങോട്ട് സിനിമയിലൊരു നല്ലൊരു പാട്ട് പാടി ഒരു വലിയൊരു പോപ്പുലർ സിംഗർ ആവാം എന്നുള്ളൊരു സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാന്നല്ല, റെയറായിട്ട് ഒരു വർഷം ഒരു 10-20 സിനിമ ഇറങ്ങുന്നതിൽ ഒരു സിനിമയിൽ ഒരു പാട്ട്, ചിലപ്പോൾ നല്ലൊരു പാട്ട്, നല്ലൊരു അവസരം, സിംഗർക്ക് നല്ലൊരു പ്രോമിനൻസ് കിട്ടുന്ന ഒരു പാട്ടുണ്ടാവാം. എവിടെയെങ്കിലും ഇങ്ങനെ ഞാൻ കാരണമാണ് ഇത് ചാൻസസ് കുറയുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇൻ ദ സെൻസ് ലൈക്ക് പോയിട്ട് ചോദിക്കാനുള്ളൊരു മടിയുള്ള കൂട്ടത്തിലാണോ? അതുണ്ട്. അത് നല്ല പോലെ ഉണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതല്ല ശരിക്കും വേണ്ടത്. കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവ് ആവണം, കുറച്ചുകൂടെയൊക്കെ എന്താ ബോൾഡ് ആവണം, കയറി നിന്ന് എല്ലാവരോടും അവസരം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഡബിങ് എനിക്ക് ഇഷ്ടമാണ്. ഡബിങ്ങും ലൈക്ക് ഇപ്പോൾ ഡബിങ് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ മോഡലിംഗ് എന്ന് പറഞ്ഞു, അതിലും ഒരു നോക്കിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. മോഡലിംഗ് ഒന്നും സീരിയസ് ആയിട്ടൊന്നും അല്ല ചെയ്തത്. അത് കോവിഡ് സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ഫോട്ടോഷൂട്ട് വന്നു, എൻക്വയറി വന്നപ്പോൾ ചെയ്തു. എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് വിളിച്ചത്. ഫോട്ടോഗ്രാഫേഴ്സിന്റെ കൊളാബ് കുറച്ച് ചെയ്തു. അപ്പൊ അതൊക്കെ അങ്ങനെ അതൊക്കെ നമുക്ക് നമുക്ക് ഉള്ളിലെ ഇഷ്ടങ്ങളാണല്ലോ. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അതൊക്കെ ഒരു ടൈം പാസ് പോലെ, അതൊരു പ്രൊഫഷൻ ആക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ല, ഇപ്പൊ അത് എനിക്ക് തോന്നുന്നു ആസ് എ സിംഗർ എന്ന നിലയിൽ ഈ പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കവർ സോങ് എടുത്ത് പാടുകയാണെങ്കിൽ നമ്മുടെ ഒരു പാട്ടിനനുസരിച്ചുള്ള ഒരു കോസ്റ്റ്യൂം ഇടാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വിഷ്വൽസ് ഭയങ്കര ക്യൂട്ടായിരിക്കും. അങ്ങനെയൊക്കെ നോക്കാറില്ലേ? മീൻസ് ഒരു പാട്ട് ഞാൻ എപ്പോഴും സ്റ്റേജിലാണെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ് അത്. പുതിയൊരു എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ കുറച്ചൊരു 10 വർഷം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ 2006 തൊട്ട് പാടുമ്പോഴേ എനിക്ക് സ്റ്റേജിൽ ഞാൻ നന്നായിട്ട് എന്നെ പ്രസന്റ് ചെയ്യണം. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് തന്നെയാണ് ഞാൻ അന്ന് തൊട്ടേ. അതെനിക്ക് തോന്നുന്നു TV ഷോസ് ഒക്കെ കുറെ ആങ്കറിങ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് കിട്ടിയിരിക്കുന്നത് ഈ ലുക്സിനാണോ പാട്ടിനാണോ? അങ്ങനെ അല്ല, ചിലപ്പോ സ്റ്റേജിൽ നിൽക്കണ പറഞ്ഞ പോലെ എല്ലാം കൂടി ചേർന്നൊരു കോളേജിലൊക്കെ ഓഫ് കോഴ്സ് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടാവും. കോളേജ് ടൈമിലാണ് ആങ്കറിങ് തുടങ്ങിയത്, TV ഷോസ് ചെയ്യാൻ തുടങ്ങിയത്. ബെസ്റ്റ് ടൈം. അപ്പൊ പിന്നെ ഓൾറെഡി സെലിബ്രിറ്റി ആയിട്ടാണ് കോളേജിൽ. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ തൊട്ട് ഒരു കമ്പനി ആയ ആളെ തന്നെ കല്യാണം കഴിച്ചത്. അപ്പൊ പിന്നെ അതിന് വലിയൊരു സ്കോപ്പ് തന്നില്ല, സമയം കിട്ടിയില്ല. കൂടെയുള്ള എല്ലാവർക്കും അറിയാം ഇതിപ്പോ ഓൾറെഡി സെറ്റ് ആണ്, അപ്പൊ ഇതിന് നോക്കണ്ട. അതുകൊണ്ട് എങ്ങനെയാ പാട്ട് പാടിയിട്ടാണോ അങ്ങനെ? അതെങ്ങനെയാ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്? ഹസ്ബൻഡിന്റെ പേര് ശ്യാമിന്. ഞാനൊരു സിംഗറാന്ന് പോലും, പാട്ട് പാടുന്ന പോലും അറിയില്ലായിരുന്നു. കോളേജിൽ ഒരു ഫംഗ്ഷൻ വന്നപ്പോഴാണ് ഞാൻ പാടിയത് കേട്ടപ്പോഴാണ് പാട്ട് പാടുമല്ലേ. അങ്ങനെ പാടുന്നൊന്നും അറിയില്ല. ശ്യാമ പാടും അല്ലേ? ഇല്ല, നന്നായിട്ട് ആസ്വദിക്കും. പാട്ടൊന്നും അങ്ങനെ. മോനാണ് നല്ലൊരു അപ്കമിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന് നന്നായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. കുട്ടിക്കാലത്തൊന്നും ഞങ്ങളുടെ നിർബന്ധത്തിൽ പാട്ട് പഠിപ്പിച്ചു ഒക്കെ. അങ്ങനെ നിർബന്ധത്തിന് ഓരോന്ന് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും വയലിൻ പഠിപ്പിച്ചു, പാട്ട് കർണാട്ടിക് മ്യൂസിക് പഠിപ്പിച്ചു. പക്ഷെ അവനത് അത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല, താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അവന് നന്നായിട്ട് പാടണം, പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒരു പാട്ടുകാരനായി ഞാൻ
അറിയണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങി. അത് വലിയൊരു എനിക്ക് തോന്നുന്നു അത് കേട്ടിട്ട് ആ സമയത്തൊന്നും അത്ര ലൈക്ക് അത് സീരിയസ് ആയിട്ട് എടുക്കാണ്ട് പിന്നെ ആൺകുട്ടികളല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു, നമ്മളെത്ര നിർബന്ധിച്ചാലും ഫോഴ്സ് ചെയ്യരുത് ശരിക്കും പറഞ്ഞാൽ, തന്നെ ഫീൽ ചെയ്ത് തുടങ്ങണം അവർക്ക്. അതെ, അവർ തന്നെ തോന്നി ചെയ്യണം. അതെ അതെ. അപ്പൊ അവർക്കൊരു ഇൻട്രസ്റ്റും ഒരു സീരിയസ്നെസ്സും ഒക്കെ ഉണ്ടാവും. അമ്മ പാടിയ പാട്ടിൽ മോൻ ഏറ്റവും ഇഷ്ടമുള്ള അങ്ങനെയൊന്നുമില്ല? അതൊന്നും ചോദിക്കരുത്. അല്ല, അങ്ങനെ അവന് വേറൊരു വേൾഡ് ആണ്. ലൈക്ക് അവരുടെ ഒരു സെലക്ഷൻ ഓഫ് സോങ്സ് ഭയങ്കര ഡിഫറെന്റ് എല്ലാം ആയിരിക്കും. കേൾക്കും. ഇംഗ്ലീഷ് സോങ്സ് കേൾക്കും, മലയാളം കേൾക്കും, പഴയ പാട്ടുകളൊക്കെ കേൾക്കും. പഴയ പാട്ടുകളൊക്കെ എല്ലാം കേൾക്കും. അത് വലിയൊരു. അതെ അതെ, പഴയ പാട്ടുകൾ കുട്ടികൾ പ്രാവശ്യം കേൾക്കൽ. എനിക്ക് റിയാലിറ്റി ഷോസിലുള്ള മക്കള് മാത്രമാണ് അത് പഠിക്കാൻ വേണ്ടിയിട്ട് കേൾക്കണത്. പക്ഷെ അവൻ എല്ലാം കേൾക്കും. മെജോറിറ്റി കുറവാണ് പഴയ പാട്ടുകൾ. ഇപ്പൊ കവർ സോങ്സ് ആണ് ഇപ്പൊ മാർക്കറ്റിംഗിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ കുറേ ആയി കവർ സോങ്സ് എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്താണ് ഒത്തിരി പേര് കവേഴ്സ് ചെയ്ത്, അതിലൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് പേര് ഉണ്ട് അങ്ങനെ. അപ്പൊ ഒരു കവേഴ്സിന്റെ ട്രെൻഡ് ഇപ്പൊ അങ്ങനെ അധികം ഉണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ട്രാക്സും മ്യൂസിക് ആണ് ഇപ്പൊ ഇനിയുള്ള ബാൻഡ് ഫോം സ്കോപ്പ് എന്നാണ് ഇപ്പോഴത്തെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ പോയിക്കൊണ്ടിരിക്കണ അല്ലേ? അതൊക്കെയാണ് ഇൻഡിപെൻഡന്റ്. ഇപ്പൊ കാരണം പണ്ടായിരുന്നു സിനിമ ഒരു പ്ലേ ബാക്ക് സിംഗിങ്. ഇപ്പൊ ഒരു സിംഗറെ കണ്ടു കഴിഞ്ഞാൽ ഏതാ പുതിയ സിനിമ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അതില്ല. പുതിയ പ്രോജക്ട്സ് ഏതാ എന്നുള്ള ചോദ്യം വളരെ കുറവാണ്. ചോദിക്കാറുണ്ട്, ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത പുറമേയുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ട് സിനിമയിലൊരു നല്ലൊരു പാട്ട് പാടി ഒരു വലിയൊരു പോപ്പുലർ സിംഗർ ആവാം എന്നുള്ളൊരു സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല എന്നല്ല, റെയറായിട്ട് ഒരു വർഷം ഒരു 10-20 സിനിമ ഇറങ്ങുന്നതിൽ ഒരു സിനിമയിൽ ഒരു പാട്ട്, ചിലപ്പോൾ നല്ലൊരു പാട്ട്, നല്ലൊരു അവസരം, സിംഗർക്ക് നല്ലൊരു പ്രോമിനൻസ് കിട്ടുന്ന ഒരു പാട്ടുണ്ടാവാം. അത് ഫാമിലി മൂവീസ് കുറഞ്ഞു. അതെ, അതിലായിരിക്കുമല്ലോ കുറച്ചും കൂടെ പാട്ടുകൾ ഹിറ്റാവുന്നുണ്ട്. പക്ഷെ അത് ഒരുപാട് പേര് ചേർന്ന് പാടുന്നതും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഓരോരോ ബിറ്റായിട്ട് മാത്രം സിനിമയിൽ വരുന്നതും അങ്ങനെയൊക്കെ റീൽസിന് വേണ്ടിയാണ് ഇപ്പൊ കൂടുതൽ എനിക്ക് തോന്നുന്നു. അപ്പൊ ആ ഒരു മിനിറ്റുള്ള ഒരു പോർഷൻ ആയിരിക്കും ആ ഒരു വലിയൊരു പാട്ടില്, ഒരു 3-4 മിനിറ്റുള്ള പാട്ടിൽ ആ ഒരു റീലിന് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ആയിരിക്കും ഹിറ്റ്, എല്ലാരും കേട്ടിട്ടുള്ളതും ഫെമിലിയർ ആയിട്ടുള്ളതും. പക്ഷെ അതിന്റെ പല്ലവി ഏതാന്നുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പം നമ്മള് ഇതിനകത്ത് നിൽക്കുന്നുണ്ട്, മ്യൂസിക് ഫീൽഡിലാണെങ്കിൽ പോലും പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഏത് പാട്ടാണിത്, ഭയങ്കര ഈ ഒരു പോർഷൻ ഹിറ്റാണ് നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് ഏത് പാട്ടാണെന്നോ ഏത് സിനിമയിലെ ആണെന്നോ ഒന്നും എനിക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ മനസ്സിലാവില്ല. അല്ല, പെട്ടെന്ന് കേൾക്കുമ്പോ അത് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം അതന്നെ എല്ലാരും പാടിയിടുന്നത്. പെട്ടെന്ന് നമുക്കത് ചെറിയൊരു അത്രയും മതി ഇപ്പോൾ ഉള്ള ഓഡിയൻസിന്. അത്രയ്ക്കുള്ള സമയമേ ഉള്ളൂ. ആർക്കും ക്ഷമയില്ല, സമയമില്ല, എല്ലാരും ബിസിയാ. അതെ, സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം ആക്റ്റീവാണ് ഇപ്പം. അത് നിങ്ങളുടെ ഒരു പാർട്ട് ഓഫ് ദി ജോബും കൂടെ ആയ കാരണം ഇപ്പം എല്ലാം അതിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത്യാവശ്യം എൻ്റെതായിട്ടുള്ള രീതിയിൽ ആക്റ്റീവാണ്, ആവാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അത് എത്രത്തോളം അതിൽ സക്സസ് ആണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇൻസ്റ്റയിലാണെങ്കിലും അങ്ങനെ ഓഡിയൻസ്, കാരണം നമുക്കത് വേണം. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സിംഗേഴ്സ് വരുന്നുണ്ട്. ഇപ്പം എല്ലാരും സ്വന്തമായിട്ടൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൽഫ് ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ. കാരണം ഇപ്പൊ ഒരു പ്രോഗ്രാം, ഒരു ഷോ എൻക്വയറി വന്നാൽ പോലും നമ്മുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് അയക്കാനാ പറയുന്നത്. അപ്പൊ അങ്ങനെ അതിലൂടെയാണ് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എത്ര റീൽസൊക്കെ എത്ര റീച്ച് ഉണ്ട്, വ്യൂസ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു പ്രോഗ്രാം. പല പ്രോഗ്രാംസ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് പുതിയ കുട്ടികൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അവരുടെ വോയിസ് പല സ്ഥലത്തേക്കും എത്തുന്നത് അതിലൂടെയാണ്. പുതിയ കുട്ടികളാണ് ഇപ്പൊ അതില് മുമ്പിൽ നിൽക്കുന്നത്. നമ്മളൊക്കെ എങ്ങനെ ഓടി അവരോട് എത്താനുള്ളൊരു ശ്രമം. നമ്മുടെ ആ സമയത്ത് ഇതൊന്നും ഇല്ലാത്തതിന്റെ ഒരു വലിയ വിഷമം ഇപ്പൊ ആലോചിക്കുമ്പോ. എനിക്കറിയാം, നമ്മളൊക്കെ പാടി തുടങ്ങിയ സമയത്ത് ചാനലിലാണ് കൂടുതലും പാട്ടുകൾ വരുന്നത്, ടിവിയിലൂടെയാണ് കൂടുതൽ കേൾക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. പാട്ട് ആദ്യം ഇറങ്ങുമ്പോ തന്നെ ഇൻസ്റ്റയിലും യൂട്യൂബ് തന്നെ ഇപ്പൊ അധികം ആരും കാണുന്നില്ല. മറ്റ്
സോഷ്യൽ മീഡിയയിലാണ് അത്. മറ്റ് മീഡിയയിലൂടെയൊക്കെയാണ് പാട്ടുകൾ കേൾക്കുന്നത്. ആർക്കും ഇപ്പൊ വിഷ്വൽ കാണണം എന്നില്ല, കേട്ടാ മതി പാട്ട്. അത് തന്നെ ഒരു ക്യാച്ചി അല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകും. അതിനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള കാരണം അതാണ് യൂത്ത് അങ്ങനെയാണ്. അതെ, അപ്പൊ അവരുടെ രീതിയിൽ അവര് ഇൻസ്റ്റയില് എങ്ങനെ ചെയ്യുന്നോ നമ്മളൊക്കെ അത് കണ്ട് പഠിക്കണം. അവരോടൊപ്പം എത്താനായിട്ടുള്ള ശ്രമം നടത്തുന്നു. മാർക്കറ്റ് ചെയ്യാൻ അവർ നല്ലോണം മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങള്. ശരിക്കും അവരെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിപ്പോ എല്ലാ കാലത്തും അങ്ങനെയല്ലേ. നമ്മുടെ സീനിയേഴ്സ് പുതിയ പുതിയ ഓരോരോ തലമുറ വരുമ്പോഴും ഉള്ള മാറ്റങ്ങൾ കണ്ട് അതുപോലെയൊക്കെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നിലനിൽപ്പിന്റെ പ്രശ്നമാണല്ലോ. അപ്പൊ എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ അതാണ് ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് നമുക്ക് എല്ലാവർക്കും. സോഷ്യൽ മീഡിയ ഒരു സസ്റ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പം ഞാൻ എന്നെ സ്വന്തമായിട്ട് ജഡ്ജ് ചെയ്യുവാണെങ്കിൽ, ഞാൻ ജഡ്ജ് ചെയ്യല്ല, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ എന്താ പറയണേ, എൻ്റെ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 2006 തൊട്ട് ഇപ്പം 2026 ആയി, 20 years എൻ്റെ ഒരു ജേണി ഞാൻ തന്നെ അതിനെക്കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി താഴോട്ട് പോയിന്നും തോന്നിയിട്ടില്ല. എന്നാൽ ഒരുപാട് ഹൈപ്പ് കിട്ടി, ഞാൻ ഭയങ്കര വലിയ സ്റ്റാർ അങ്ങനെയും സംഭവിച്ചില്ല. പക്ഷെ ഒരു സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കാലത്ത് താങ്ക് ഗോഡ്, ദൈവത്തോട് നന്ദി. അങ്ങനെ ഇപ്പോഴും പുതിയ ജനറേഷനിലെ കുട്ടികൾ വരുന്നുണ്ട്, പുതിയ ഒരുപാട് അവരുടെ കൂടെ പാടാൻ നമുക്കും ടൈമിലുണ്ടല്ലോ സ്റ്റേജിൽ എന്നുള്ളത്. അത് ഭയങ്കര വലിയൊരു കാര്യം, വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. കാരണം ഞാനൊന്നും പാടി തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്കങ്ങനെ ഒരു ഗോഡ് ഫാദർ ഒന്നും പറയാനാരുമില്ല. എന്നെ കൈപിടിച്ച് കൊണ്ടുവരാൻ ഈ ഒരു മേഖലയിൽ ആരും തന്നെ ഇല്ല. അപ്പം നമ്മൾ തന്നെ എന്താണ് കണ്ടുപിടിച്ച് വരുന്നു എന്നല്ലാതെ അവസരങ്ങൾ കിട്ടുന്നത് ഉപയോഗിച്ച് അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. എവിടെയും ഒരു അടുത്ത സ്റ്റേജിന് ഇപ്പം അങ്ങനെ ഒരു സ്റ്റേജ് ഇതുവരെ വന്നിട്ടില്ല തോന്നുന്നു. എവിടെയെങ്കിലും ഇങ്ങനെ ഞാൻ കാരണമാണ് ഇത് ചാൻസസ് കുറയുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താ സെൻസ് ലൈക്ക് പോയിട്ട് ചോദിക്കാനുള്ള ഒരു മടിയുള്ള കൂട്ടത്തിലാണോ? അതുണ്ട്, അത് നല്ല പോലെ ഉണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അതല്ല ശരിക്കും വേണ്ടത്. കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവ് ആവണം, കുറച്ചുകൂടെയൊക്കെ എന്താ കയറി നിന്ന് എല്ലാവരോടും അവസരം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഞാൻ പാട്ടുകാരിയാണ്, ഞാൻ പാടും, എൻ്റെ പാട്ടൊന്ന് കേൾക്കൂ എന്ന് നമ്മൾ തന്നെ പറയണ്ടേ. അതിനെ കുറച്ചൊരു ബാക്കിലോട്ടാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇനി ഒരുപാട് ലേറ്റായി എന്നല്ല, ഇനി അങ്ങനെ ഒരു അവസരം ചോദിച്ചു പോവാനുള്ളൊരു സമയം ഇനി എനിക്ക് തോന്നുന്നില്ല. നമ്മൾ തന്നെ ചെയ്യാ, പ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. ഞാൻ പാടി തുടങ്ങുന്ന സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു. നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്യണം, എല്ലാവരോടും പോയി പറയണം, അവസരം തരണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഒരു രീതി ഉണ്ട്. അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഓരോരോ ഏജ് മാറി വരുമ്പോൾ ഓരോരോ തോന്നലുകളാണ്, നമ്മുടെ ചിന്താഗതിയും മാറും. നമുക്ക് അത്ര എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചിന്തകൾ മാറും. ഇപ്പൊ ഒരു ചാൻസിന് വേണ്ടി അങ്ങനെ പോണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഒരു ഉണ്ടല്ലോ നമുക്ക് സോഷ്യൽ മീഡിയ, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അതിൽ ആരുടെയും പെർമിഷൻ വേണ്ട, അതില് ഇഷ്ടമുള്ള ആൾക്കാർ അത് കാണും അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അതെ. ഇപ്പം പാട്ടല്ലാത്ത അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ഇല്ലാത്തൊരു ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഒരു മീ ടൈം എന്നൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഈ സ്റ്റേജും റെക്കോർഡിംഗ് ഇഷ്ടമല്ല. ആണോ? ഓക്കേ. മീ ടൈം അങ്ങനെ ഒരു റിലാക്സ് ചെയ്ത് ബഹളങ്ങളൊന്നും വേണ്ട.
എനിക്ക് ബഹളങ്ങളുള്ളതാണ് എനിക്ക് ഇഷ്ടം. ബിസി ആയിട്ടിരിക്കണം എപ്പോഴും. നല്ലതാണ്, നമ്മുടെ മൈൻഡ് എപ്പോഴും ബിസി ആയിട്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇരുന്ന ഒരു സമയം എന്ന് പറയുന്നത് കോവിഡാണ്. അതിപ്പോ എല്ലാരെയും ഒരേപോലെ ബാധിച്ച ഒരു സമയമാണ്. നിവർത്തിയില്ല. 2 വർഷത്തിൽ കൂടുതൽ അല്ലേ? 2019 പകുതി തൊട്ട് ഏതാണ്ട് ഒരു 2022 കഴിഞ്ഞ് നോർമൽ ആയതിനു ശേഷവും ഏറ്റവും ആദ്യം വേണ്ടാന്ന് വെക്കുന്നത് എന്റർടൈൻമെന്റ് ആണ്, ആ ഒരു മേഖലയാണ്. പിന്നീട് എല്ലാം നോർമലായി കഴിഞ്ഞാലും ഇതായി വരാൻ ആ സമയത്ത് എന്ത് ചെയ്തു? അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാള് നിവൃത്തിയില്ല. അപ്പൊ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ഞാനൊരു പെറ്റിനെ വാങ്ങി. പപ്പിയുണ്ട്, ഷിറ്റ്സു. ആ സമയത്തുള്ളതാണ് അവൻ. അപ്പൊ അങ്ങനെ ഭയങ്കര ആ സമയത്ത് കൊറേ പേര് ഇങ്ങനെ പെറ്റ്സിനെ വേണ്ടി ഒന്നും ചെയ്യാനില്ല, വീട്ടിലൊന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ ഈ ട്രെയിനിലൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ ഇരിക്കും, ഇടയ്ക്ക് എണീറ്റ് പോകും, ബാത്റൂമിൽ പോകും, പിന്നെ വന്നവിടെ ഇരിക്കും, വേറൊന്നും ചെയ്യാനില്ല. ഞാനങ്ങനെ കുക്ക് ചെയ്യുന്ന ഭയങ്കര കുക്കൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് പരീക്ഷണങ്ങൾ, ചിലരൊക്കെ ആ സമയത്ത് കുറെ പരീക്ഷണങ്ങളും ചക്കക്കുരു വെച്ചിട്ട് എന്തൊക്കെയോ. കറക്റ്റ് അല്ല, അതേ സമയത്ത് എത്രത്തോളം എന്തൊരു കോഫിയൊക്കെ ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നല്ലോ. ആണല്ലേ. പിന്നെ ഈ ചക്ക വിഭവങ്ങൾ വെറൈറ്റി. ഞാൻ അങ്ങനെയും ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. പിന്നെ എന്ത് ചെയ്യാനാ. അതെ, ആ സമയത്ത് പ്രോഗ്രാംസും കുറവാണ്. പ്രോഗ്രാംസ് ഇല്ല. ആ ഒരു സമയമാണെന്ന് തോന്നുന്നു ഞാൻ വെറുതെ ഇരുന്നത്. അല്ലാത്ത സമയം എപ്പോഴും പുറത്തു പോകാനും എനിക്ക് എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളത്, അതാണ് എനിക്കിഷ്ടം. വെറുതെ ഒരു ദിവസം ഇപ്പം അടുപ്പിച്ച് കുറച്ച്, ഇപ്പൊ ഹസ്ബൻഡ് എപ്പോഴും എന്നെ കളിയാക്കി മറ്റുള്ളവരോടൊക്കെ പറയാറുണ്ട്, വെറുതെ ഇരിക്കില്ല. 2 ദിവസം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാണ്. എപ്പോഴും പ്രോഗ്രാം എന്തെങ്കിലും ഉള്ളതാണ് നല്ലത്. ഈ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് കുറവാണ്. അങ്ങനെ ഹാങ് ഔട്ട് അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, നിങ്ങളുടെ സിംഗേഴ്സിന് ഇപ്പൊ സമം എന്നൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ജനറൽ ബോഡി മീറ്റിങ്ങിന് എല്ലാരെയും കാണും, അല്ലാതെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സ്ഥിരം നമ്മള് ഒരുമിച്ച് ഷോസ് ചെയ്യുന്നവരെ സ്ഥിരമായിട്ട് കാണും. അല്ലാതെ അങ്ങനെ ഒരു ഫ്രണ്ട്സിന്റെ ആളല്ല, അങ്ങനെ ഒരു ഇല്ല, കുറവാണ്. ഞാൻ കുറെ കൂടെ റിസർവ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഞാൻ കുറെ സംസാരിക്കുന്നത്. ഞാൻ ഇത്രയൊക്കെ സംസാരിക്കായിരുന്നു എന്നുള്ളത് കുറച്ചു നാൾ മുമ്പ് വരെ ഞാൻ വളരെയധികം റിസർവ്ഡ് ആയിട്ടുള്ളൊരു ആളായിരുന്നു. ഇപ്പൊ കുറെയൊക്കെ മാറി സംസാരിക്കും. അല്ല, അപ്പൊ എന്ത് ചെയ്യും? പാട്ടുകൾ ഇരുന്ന് കേൾക്കും അല്ലേ? എല്ലാ ജോണേഴ്സിലും പാട്ട് എക്സ്പ്ലോർ ചെയ്യും. വെറുതെ ഇരിക്കുന്ന സമയം കുറവാണ്. അതാ പറഞ്ഞ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിരിക്കാനാണ് ഇഷ്ടം. ഞാൻ ഒന്നും ഇല്ലാതിരുന്നാ ഞാൻ ട്രിവാൻഡ്രത്ത് ഇപ്പൊ പോത്തീസിലോ എവിടെയെങ്കിലും ഷോപ്പിംഗ് ഒന്നും വാങ്ങണമെന്നൊന്നുമില്ല, കാണാൻ പോയിട്ട് കണ്ട് അതെല്ലാ ലേഡീസിന്റെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മനസ്സും നിറഞ്ഞ് ചിലപ്പോ 100 രൂപയുടെ എന്തേലും ആയിരിക്കും. അത് നമുക്ക് വാങ്ങണമെന്നില്ലല്ലോ, കാണുമ്പോ തന്നെ അത് പറഞ്ഞ പോലെ കണ്ണ് നിറയണ ഒരു സംഭവങ്ങളാണ്. എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറങ്ങി നടക്കും, വണ്ടി എടുത്തങ്ങ് ഇറങ്ങി കറങ്ങും. അതെ, അത് നല്ലൊരു സ്ട്രെസ് ഫ്രീ ആണത്. എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് എവിടെയെങ്കിലൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് വെറുതെ വീട്ടിലിരിക്കുക, ഓക്കെ, ചിന്തിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഓക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടില് പണികളുണ്ടാവും, ചിലപ്പോ കുറച്ച് ദിവസം തിരക്ക് കഴിഞ്ഞ് വരുമ്പോ എന്തായാലും ക്ലീനിങ്, കുറെ തുണികള് കഴുകാനുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാൻ കാണും. അപ്പൊ അങ്ങനെ ഒരു ദിവസം 2 ദിവസം 3 ദിവസം മാക്സിമം. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ടില്ലെങ്കിൽ പിന്നെ വേണം. തീർച്ചയായിട്ടും ഇപ്പൊ പാട്ടുകാരിയായി മാത്രം സ്റ്റേജിൽ പാട്ട് മാത്രം പാടി നിൽക്കുന്ന ചിത്ര ചേച്ചിയൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ട് കേട്ട് അത് ഒരു നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ ജനറേഷനിലോട്ട് വരുമ്പോ അങ്ങനെ അക്സെപ്റ്റൻസ് കുറയും. അത്രമാത്രം അത് കാണാനും ഒരു ചന്തണ്ടാവണം, പാട്ടും പാടണം, നല്ല ഡ്രസ്സ് വേണം, നന്നായിട്ട് ഒരുങ്ങി വന്ന് നിൽക്കുന്നത് കാണാനാണ് ഓഡിയൻസിന് ഇഷ്ടം. അതിനു വേണ്ടിയാണ് അവർ നമ്മുടെ പ്രോഗ്രാം ചിലപ്പോ ബുക്ക് ചെയ്യുന്നത് പോലും. പെട്ടെന്ന് പറയേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ദിവസം ലീവ് കിട്ടിയാൽ ഞാൻ ഡാഷ്. ലീവ് ഇൻ ദ സെൻസ് ഒരു നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു,